ശ്രീ ചാണ്ടി ഉമ്മൻ MLA നമ്മളോടൊപ്പം ചേർന്നു. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ താങ്കളുടെ ഞാനൊരു അല്പം പേഴ്സണലായിട്ട് ആ കാര്യം പറയുകയാണ്, അതിനുശേഷം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. താങ്കളുടെ അമ്മ ഇപ്പോൾ പറഞ്ഞത് മകനെന്ന നിലയിൽ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഇടപെടലാണ് ഈ വിഷയത്തിൽ താങ്കൾ നടത്തിയിട്ടുള്ളതെന്നാണ്. എന്താണ് താങ്കൾ ഈ കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് താങ്കൾ ഇടപെട്ടത്? ഇനി താങ്കൾക്ക് ഇതിലെ മോചനം സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കഴിഞ്ഞ അപ്പയുടെ മരണശേഷം ഇത് വളരെയധികം ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ഒരു മാറ്ററാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയ്ക്ക് അത് നടപ്പിലാക്കുക, പരമാവധി ശ്രമിക്കുക എന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഭർത്താവിനെ വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വിവിധ നേതാക്കന്മാർ, ദീപ ജോസഫ് അടക്കം, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ളവർ നടത്തുന്ന പ്രവർത്തനം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കേരള സർക്കാരിനെ, കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു 6 മാസം മുമ്പ് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കണ്ടിരുന്നു. അത് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ, അതുപോലെ തന്നെ ശ്രീ സാമുവൽ, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഇങ്ങനൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് കത്ത് അയച്ചിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ അതിൻ്റെ ഒരു ആക്ടിവിറ്റി കുറഞ്ഞിരിക്കുമ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് പറ്റി എന്നാലോചിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായത്. 16-ന് എക്സിക്യൂഷൻ എന്നുള്ള ഡേറ്റ് വന്നത്. എക്സിക്യൂഷൻ എന്ന ഡേറ്റ് വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ആദ്യമേ തന്നെ ഗവർണറെ കാണാം, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഗവർണറെ കണ്ട മാത്രയിൽ അദ്ദേഹം പ്രവർത്തനം തുടങ്ങി. ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അദ്ദേഹം വിവിധ ആൾക്കാരെ, 4ഓളം ആളുകളെ ചുമതലയേൽപ്പിച്ചു. രാജകുടുംബ അംഗങ്ങൾ ഉൾപ്പെടെ, വ്യവസായ പ്രമുഖരുൾപ്പെടെ, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരോടും സംസാരിച്ചു. അദ്ദേഹം വേണ്ടത്ര പ്രവർത്തനം നടത്തി. അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയ മറ്റൊരു നേതാവാണ്. നമുക്ക് ഇന്നത്തെ അവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം യമനിൽ സ്പിരിച്വലായിട്ടും ജുഡീഷ്യലായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം ശ്രീ ലത്തീഫ്, അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരുടെ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിച്ച് ആ കാര്യങ്ങൾ നടത്തുവാനുള്ള ഒരു ശ്രമം ശ്രീ ലത്തീഫിൻ്റെ ഭാഗത്ത്, സൗദി ബേസ്ഡ് വളരെ നല്ലൊരു ബിസിനസ്മാനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ഈ അവസരത്തിൽ ഓർക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ജോയിൻ്റ് എഫേർട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ എത്തി നിൽക്കുന്നത് നമ്മൾ ഇനിയും തുടരണം. നമ്മുടെ പ്രവർത്തനം നിർത്താൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. നാളെ ഇന്നലെ നമ്മുടെ ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. ഒന്നിച്ച് നിൽക്കണം. അതിനകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വം കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുവാൻ സാധിച്ചു. അങ്ങനെ നിന്നതുകൊണ്ട് നമ്മൾ വലിയൊരു വിജയം നേടിയെടുത്തു. എന്നെ വിദേശ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ അധികാരികൾ കത്തെഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും കത്തെഴുതിയിട്ടുണ്ട്. US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ സ്പീക്കർ അടക്കം ഞാൻ കത്തയച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ മലയാളി MP വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത് ഈ കാര്യമാണ്. അങ്ങനെയുള്ള എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം ഇന്ന് ഇവിടെ ഈ ഒരു എക്സ്റ്റെൻഡ് എത്തി നിൽക്കുന്നു. വീണ്ടും പരിശ്രമങ്ങൾ തുടരാം. ആ കുടുംബവുമായിട്ട് സംസാരിക്കാം. ഇതിനകത്ത് ഒരു കോൺട്രവേഴ്സിയുമില്ല, ഒരു കോൺട്രവേഴ്സിയും വേണ്ട. നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ് അയക്കാനൊരു കത്ത്, അത് ഗവർണറിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി ഒരു റിക്വസ്റ്റായി ചെന്നപ്പോൾ യമൻ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് തീരുമാനമെടുത്താൽ അവിടെ ആ സീരിയസ്നെസ് മറ്റുള്ള രാജ്യങ്ങളിലെ അധികാരികളും കാണിക്കും എന്നുള്ളതിന് തെളിവ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒറ്റക്കെട്ടായുള്ള പരിശ്രമമാണ് നമ്മൾ ഈ ഒരു പോസിറ്റീവ് സൈൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് ശ്രമം തുടരാം. മോചനം നേടി മലയാളത്തിൽ തിരിച്ച് നിമിഷം എത്തുന്നവരെ ആ ശ്രമം തുടരാം എന്ന് എനിക്ക് അവസരത്തിൽ പറയാം. ശ്രീ ചാണ്ടി ഉമ്മൻചാണ്ടി ബാക്കി വെച്ചു പോയ സ്വപ്നങ്ങളിലൊന്ന്, ആഗ്രഹങ്ങളിലൊന്ന് അതാണല്ലോ നിമിഷപ്രിയയുടെ മോചനം എന്ന് താങ്കൾ പറഞ്ഞു. നിമിഷപ്രിയയെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ കേസിനെ കുറിച്ച് താങ്കളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ വ്യക്തിപരമായി നിങ്ങൾക്കിടയിലെ സംഭാഷണത്തിൽ? അദ്ദേഹം വ്യക്തിപരമായി ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിമിഷപ്രിയയുടെ കാര്യം. പക്ഷേ ഇത്രയും അദ്ദേഹം വരുന്നവരോടെല്ലാം സൂചിപ്പിച്ചത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സമയം ആ ഒരു സാഹചര്യത്തിൽ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഞാനത് അത്രയും സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തിലും
മറ്റൊരു വ്യക്തിയുടെ ആരോഗ്യമായിരുന്നു അദ്ദേഹം ചിന്തിച്ചത് എന്നുള്ളത് എൻ്റെ പിതാവിനെക്കുറിച്ച് എനിക്കേറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. എന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞാൻ വിശ്വസിക്കുകയാണ്. അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 2ാം ഓർമ്മ ദിനത്തിന് മുമ്പ് തന്നെ ഈ ഒരു വലിയ ഒരു ചെറിയ മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാക്കുവാൻ സാധിച്ചത്.